പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ റഹീം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എല്ലാം. പക്ഷേ പല സന്ദർഭത്തിലും നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർ നല്ല രൂപത്തിലല്ല എടുക്കുന്നത്. അത് നമ്മുടെ കുഴപ്പമല്ല, അത് അവരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. മഞ്ജു ബാലകൃഷ്ണൻ, സ്വാഗതം. നമ്മൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോൾ ചിലർക്കത് കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. എടുക്കേണ്ടതുപോലെ നമ്മുടെ കുഴപ്പമല്ല കേട്ടോ. ഇപ്പോ റഹീമിന്റെ വിഷയത്തെ സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ പല കാര്യങ്ങളിലും ശക്തിയുക്തം ഞാൻ ചില വസ്തുതകൾ അതിൻ്റെ ഡേറ്റാസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ജയിലിൽ മോചനം കാത്ത് കഴിയുന്ന ഫറൂഖ് സ്വദേശിയാണ് അബ്ദുൾ റഹീം. അയാളെ സന്ദർശിക്കാൻ അയാളുടെ കുടുംബം റിയാദ് ജയിലിലെത്തുന്നു. നേരിൽ കാണാൻ ശ്രമിക്കുന്നു. റഹീം ഉമ്മയെ കാണാൻ തയ്യാറാകുന്നില്ല. ഒടുവിൽ വീഡിയോ കോളിലൂടെ ഉമ്മയോട് സംസാരിക്കാൻ റഹീം തയ്യാറാകുന്നു. റിയാദ് അൽ ഖർജ് റോഡിലെ അൽ ഇസ്കാൻ ജയിലിലാണ് ഉമ്മ ഫാത്തിമ, സഹോദരൻ MP നസീർ, അമ്മാവൻ അബ്ബാസ് എന്നിവർ എത്തുന്നത്. ഉമ്മയ്ക്കു മാത്രമാണ് അധികൃതർ ജയിലിന്റെ അകത്തേക്ക് പ്രവേശനം അനുവദിച്ചത്. എന്നാൽ ചിലരുടെ ഇടപെടൽ കാരണം ഉമ്മയ്ക്കു മകനെ നേരിൽ കാണാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇത് കുടുംബം തന്നെ മുന്നോട്ട് വെക്കുന്നതാണ്, പറയുന്നതാണ്. റഹീമിന്റെ മോചനത്തിനു വേണ്ടി 18 വർഷമായി പ്രവർത്തിക്കുന്ന നിയമസഹായ സമിതിയെ അറിയിക്കാതെയാണ് കുടുംബം സൗദിയിലേക്ക് പോയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മോചന നടപടികളുടെ ഭാഗമായി 17-ാം തീയതി കേസ് പരിഗണിക്കാനിരിക്കുമ്പോൾ തന്നെ അയാളെ കാണാൻ ജയിലിലേക്ക് വരേണ്ടതില്ല എന്നാണ് റഹീം കുടുംബത്തെ അറിയിച്ചിരുന്നതായി പുറത്തു വരുന്ന വാർത്തകൾ. റഹീമിന്റെ ജയിൽ മോചന നടപടികൾ നീളുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ 30-ാം തീയതിയാണ് ഉമ്മയും സഹോദരനും നേരിൽ കാണാൻ സൗദിയിലേക്ക് പോകുന്നത്. റിയാദ് ജയിലിലെത്തി റഹീമിനെ കണ്ട ശേഷം ഉംറയും ചെയ്തിട്ടാണ് മടങ്ങാൻ ഇവർ തീരുമാനിച്ചിരുന്നത്. കഴിഞ്ഞ മാസം 21-ാം തീയതി ജയിൽ മോചന ഉത്തരവുണ്ടാകുമെന്ന് കുടുംബം പ്രതീക്ഷിച്ചിരുന്നതായി ഒരുപാട് മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിരുന്നു. അന്ന് കോടതിയുടെ സിറ്റിംഗ് നടന്നു. പക്ഷേ കേസ് വീണ്ടും അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. വധശിക്ഷ റദ്ദ് ചെയ്ത് അതേ ബെഞ്ച് തന്നെയാണ് വിധി പറയേണ്ടത് എന്നായിരുന്നു കോടതി അന്ന് അറിയിച്ചത്. ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസാണ് ഇക്കാര്യം തീരുമാനിക്കുന്നത് എന്ന് കോടതി അറിയിക്കുകയും ചെയ്തു. കേസ് ഇനി 17-ാം തീയതി പരിഗണിക്കുമെന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായതുകൊണ്ട് മോചന ഉത്തരവ് അധികം വൈകില്ല എന്ന പ്രതീക്ഷയിലാണ് നിയമസഹായ സമിതി ഇപ്പോഴുള്ളത്. കോടമ്പുഴ സീനത്തു മൻസിലിൽ മച്ചിലകത്ത് റഹീമിന്റെ മോചനത്തിനു വേണ്ടി 35 കോടി രൂപ 34 സമാഹരിക്കേണ്ടതിന് പകരം 67 കോടിയോ 60 കോടിയോ ഒക്കെ സമാഹരിച്ചു എന്ന രൂപത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായിരുന്നാലും 34 കോടി പിരിക്കേണ്ടതിന് പകരം ആള് റഹീമായതുകൊണ്ട് 60 കോടി പെട്ടിയിൽ വീണു. പക്ഷേ അതേസമയം യമനിലെ തലാൽ എന്ന് പറയുന്ന യുവാവിനെ കൊലപ്പെടുത്തിയ നിമിഷ ഫാത്തിമയുടെ വിഷയം, നിമിഷപ്രിയയുടെ വിഷയം ഇനിയും കട്ടപ്പുറത്താണ് ഇരിക്കട്ടെ. ഇപ്പോൾ സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ റഹീമിനെ സംബന്ധിക്കുന്ന ചില വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പോൾ റഹീമിനെ സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ നമുക്ക്
പല വിഷയങ്ങളും അപ്ഡേറ്റ് ചെയ്ത് തരുന്നത് നുസ്രത്ത് ജഹാനാണ്. നുസ്രത്ത് ജഹാൻ ഈ വിഷയത്തിൽ വളരെ കൂടുതൽ ഡേറ്റാസ് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ ഡേറ്റയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നുസ്രത്ത് ജഹാൻ പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീം അവന്റെ ഉമ്മനെ കാണണ്ടെന്ന് പറഞ്ഞു. സൗദി അറേബ്യയിലെ റിയാദിൽ ജയിലിലെത്തി ഒരു ചുമരിന്റെ അപ്പുറത്തെ ഉമ്മയെ അവനും ഇരുന്ന് വീഡിയോ കോളിൽ സംസാരിച്ചു. എന്തുകൊണ്ട് അവൻ അങ്ങനെ സംസാരിച്ചു എന്നുള്ളത് നമുക്കെല്ലാം ഊഹിക്കാവുന്നേ ഉള്ളൂ. അവന്റെ കേസിന് വേണ്ടി, നടത്തിപ്പിന് വേണ്ടി ഫണ്ട് പിരിച്ച, ബ്ലഡ് മണി എന്ന പേരിൽ പണം പിരിച്ച കമ്മിറ്റി മുഖാന്തരമല്ല ഉമ്മ മറ്റ് സന്നദ്ധ സംഘടനകളുടെയും അവരുടെയും അല്ല, ഒരു കുടുംബ സുഹൃത്തിൻ്റെ വഴി അവരുടെ ചെലവിൽ സൗദി അറേബ്യ ജ്യേഷ്ഠനും ആങ്ങളുടെയും കൂടെ എത്തിയ ഉമ്മനെ കാണണ്ട എന്ന് അബ്ദുൾ റഹീം പറയണമെങ്കിൽ എത്രമാത്രം ക്രൂരനാവും ഈ അബ്ദുൾ റഹീം എന്ന് ഞാനല്ല പറയുന്നത്, ഈ സൗദി അറേബ്യയിലെ ഉദ്യോഗസ്ഥർ പറയാൻ തുടങ്ങി. കാരണം ഒരു ഉമ്മ 19 വർഷത്തിന് ശേഷം ഒരു മകനെ കാണാൻ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ആ വികാരം, അത് ആ ഉമ്മന്റെ അന്നത്തെ മാനസികാവസ്ഥ ഇവർ പറയാം. അവരെ ജ്യേഷ്ഠനൊക്കെയായി സംസാരിക്കാൻ പറ്റും. ഉമ്മ ഒരു ഭ്രാന്തിയെ പോലെ നിലവിളിക്കട്ടെ. അന്ന് രാത്രി ഇവൻ കാണണ്ട, നിങ്ങൾ വന്നത് കള്ളന്മാരെ കൂടെയാണ്, അവന്റെ ജ്യേഷ്ഠനെയും അമ്മാവനെയും ആണ് പിന്നെ കള്ളന്മാരെന്ന് അവൻ ഉദ്ദേശിക്കുന്നത്, വേറെ ആരൊക്കെയോ പേര് വലിച്ചഴിക്കാൻ അവൻ നോക്കുന്നു. അപ്പോൾ ഇവനെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ മാത്രം ശക്തരായ കമ്മിറ്റിയാണോ റഹീമിന് വേണ്ടി ഇത്രയും കാലം പ്രവർത്തിച്ചതെന്ന് നിങ്ങൾ സംശയിക്കുക? തീർച്ചയായും ആണ്. കാരണം ഇത്രയും ശക്തരാണെന്ന് തീർച്ചയായിട്ടും ഉറപ്പല്ലേ. ബോബി ചെമ്മണ്ണൂർ വോട്ടിലിറക്കി നാട്ടുകാരുടെ മുഴുവൻ വോട്ടൊന്ന് പണം പിരിപ്പിച്ച് 34 കോടി രൂപ പകരം 47 കോടി പിരിച്ച ഇവർ ഭയങ്കരന്മാർ തന്നെയാണ്. ഏറ്റവും വലിയ നന്മകരമായിട്ട് നമ്മൾക്ക് അവരെ പറയാം. ഒരു ജനപ്രതിനിധിയാണ് 60 കോടി രൂപയാണ് പിരിച്ചത് എന്ന് പറഞ്ഞത്. ഇതുവരെ അവരത് ക്രോസ് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ തന്നെ ഇതുപോലെ വലിയൊരു സ്കാം നടന്നിട്ടില്ലയാണ് എന്നാണ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ഇതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഞാൻ ഇതിൻ്റെ എല്ലാ രേഖകളും എല്ലാം ഹോം മിനിസ്ട്രിയുടെ അമിത്ഷാന്റെ ഓഫീസിൽ ഓരോ സെക്കൻഡ് വെച്ചിട്ട് എനിക്ക് കിട്ടുന്നത് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവരെ കുടുംബത്തിൻ്റെ ആൾക്കാരെ എപ്പോഴും എനിക്ക് സംസാരിക്കാൻ പറ്റും, ഈ ജ്യേഷ്ഠന്. അപ്പോൾ ജ്യേഷ്ഠൻ പറയുന്നത് കാരണം ഇവരെ കമ്മിറ്റി ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് ഉമ്മനെ കാണാൻ ചങ്ങലിട്ടാണ് റഹീമിനെ കൊണ്ട്. അത്രയൊന്നും ക്രൂരന്മാരല്ല സൗദി അറേബ്യ. ഇവൻ ചെയ്തൊരു തെറ്റിന് അവർ ജയിലിലിട്ടു. അവന് ശക്തമായിട്ട് ഒരു വക്കീലിനെ വെച്ച് ആരും വാദിക്കാനില്ലാത്തതുകൊണ്ട് അവന് പിന്നെ തലവെട്ടാൻ നിശ്ചയിച്ചു. തലവെട്ടൽ എന്നുള്ള സാധനം ഇവനോട് സഹതാപം തോന്നി ഇവന്റെ കേസ് വാദിക്കാൻ ആരും വരാത്തതുകൊണ്ട് ഈ കമ്മിറ്റിയൊന്നും അവനൊരു വക്കീലിനെ വെച്ചിട്ടില്ല കേട്ടോ. ആ വെക്കാത്തത് കൊണ്ട് അവന് ജീവപര്യന്തമായി പ്രഖ്യാപിച്ച ഒരു വിധിനെയാണ് ഇവർ മറച്ചു വെച്ച് ഏപ്രിൽ 16 തലവെട്ടും ഏപ്രിൽ 14 മുമ്പ് പൈസ എത്തണം പറഞ്ഞ് ഇവർ പിരിപ്പിച്ചത്. ആ ജഡ്ജ്മെന്റ് കോപ്പി ഇന്നേ വരെ ഈ കുടുംബത്തിനെ കാണിച്ചിട്ടില്ല എന്ന് കുടുംബം പറയുന്നു. അപ്പൊ ഇത്രയും ക്രൂരമായിട്ട് ഒരു ജയിലിൽ കിടക്കണവനെ പിടിച്ച് സോപ്പടിച്ച് അവനെ കൂട്ടി കമ്മിറ്റി ഉണ്ടാക്കി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊക്കെ ചെയ്യിപ്പിച്ച് ഇത്രയും കോടികൾ അകത്താക്കും. അബ്ദുൾ റഹീം ഒന്ന് മനസ്സിലാക്കണം. ഈ അബ്ദുൾ റഹീമിനെ പറ്റി ഞാൻ ഇതേ കാര്യം പൈസ എവിടെ പോയി ചോദിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഈ കമ്മിറ്റിയിൽപ്പെട്ട ഒരാള് എന്നോട് സംസാരിച്ചു, നിങ്ങൾ ഇതിനു വേണ്ടിയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അബ്ദുൾ റഹീം അത്ര നല്ല വ്യക്തിയൊന്നുമല്ല, അവനൊരു ക്രിമിനൽ തന്നെയാണ്. അവൻ ആ കുട്ടിയെ കൊന്നത്. അതാണ് പറയേണ്ടത്. റഹീം രക്ഷപ്പെടണം എന്ന് എല്ലാവരെയും പോലെ നമുക്കും ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് 18 വർഷം അവൻ അനുഭവിച്ചു കഴിഞ്ഞു. മനഃപൂർവ്വമല്ലാത്ത ഒരു നരഹത്യയാണ്. പക്ഷെ അവൻ കൊലപാതകി അല്ലാതാകുന്നില്ല. നിങ്ങൾ എത്ര കണ്ട് പെയിന്റ് അടിച്ച് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, 15കാരനെ നിർദ്ദയം കൊന്ന, അറിഞ്ഞോ അറിയാതെയോ അവന്റെ അടി കൊണ്ടാണ് ആ കുട്ടി മരിച്ചത്. അതുകൊണ്ട് അവനൊരു കൊലയാളി അല്ലാതാകുന്നില്ല. നിങ്ങൾ പെയിന്റ് അടിച്ചോ, വ്യാഖ്യാനിച്ചോ, വെളുപ്പിച്ചോ ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാം കൂടി അവനെ സഹായിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ അത് കൊണ്ടുപോയി ഇതാക്കുന്നോ ചോദിച്ചു. പിന്നെ 28 ദിവസം മാത്രം ആയപ്പോഴാണ് ഈ ക്രൈം അവിടെ നടക്കുന്നത്. അതിൻ്റെ മുമ്പ് തന്നെ ആ കുട്ടി അബ്ദുൾ റഹീം ബ്ലഡ് തീയിട്ട് കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്ന് ആ കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അതിനൊക്കെ വ്യക്തമായ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്.
അപ്പോൾ ഈ ഭീഷണിയോടുകൂടി ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ നോക്കുന്ന ആളല്ല. ഞാൻ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി, ആ ഉമ്മന്റെ കണ്ണീരിന് വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൈപിടിക്കാൻ പറ്റുമെങ്കിൽ അത് ശ്രമിച്ചെന്നെയാണ് ഈ നിങ്ങൾ ചെയ്തത് ഒരു ബ്ലഡ് മണി സ്കാം ആണെന്ന് തന്നെ ഞാൻ പറയൂ. ഇതിന് ഇറങ്ങി പുറപ്പെട്ടത് ഈ പൈസ ഇന്ത്യ ഗവൺമെന്റ് RBI അറിയാതെ ഒരിക്കലും ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. RBI പിന്നെ ഇത് കൊടുക്കണം, അത് കുടുംബം അറിയും. പക്ഷെ കുടുംബത്തിനോട് ഒരു 50 രൂപ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടാണ് ഇവർ ICIC ബാങ്കിൽ നിന്ന് 3 കമ്മിറ്റിയിലെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ലീഗ് 3 ആളാണ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ. സുഹൈലെ, അറിയാതെ കൊന്നാൽ ശിക്ഷ കൊടുക്കണമെന്നല്ല പറഞ്ഞത്, അവൻ കൊലയാളിയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതേ തെറ്റ് തന്നെയാണ് നിമിഷപ്രിയയും ചെയ്തത് യമനിലെ തലാൽ എന്ന യുവാവിനോട്. അപ്പൊ റഹീമിനെ അങ്ങ് പൂർണ്ണമായും നിഷ്കളങ്കനാക്കി നിങ്ങൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, നിങ്ങൾ വ്യാഖ്യാനിച്ച് പെയിന്റ് അടിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ റഹീം അത്ര വലിയ നിരപരാധിയൊന്നുമല്ല എന്ന് പറയേണ്ടി വരുവാണ്. അത്രയേ ഉള്ളൂ. റഹീമിനോട് എന്തെങ്കിലും പേഴ്സണൽ വൈരാഗ്യമോ അറിയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ റഹീമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ബംഗാളി വന്ന് നമ്മുടെ നാട്ടിലെ ഒരാളെ ഇങ്ങനെ ചെയ്താൽ, നാളെ ഈ ബംഗാളിയെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി ബംഗാളികളെല്ലാം കൂടി അവരുടെ നാട്ടിൽ ഒരു പിരിവിട്ടാൽ നിങ്ങൾ എന്തായിരിക്കും അഭിപ്രായം പറയുന്നത് എന്നുകൂടി അറിയാൻ ഒരു താല്പര്യമുണ്ട്. ശരി, ഈ കമ്മിറ്റിയിൽ വേണ്ട ഒരു പൈസ എടുത്തു, വിഡ്രോ ചെയ്തു, പ്രതിഭാഗം വക്കീലിന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ കള്ളക്കഥകൾ ഇവിടെ ഫുൾ കേട്ടു പല മീഡിയ. അപ്പൊ ആ മീഡിയകളൊക്കെ തന്നെ തിരുത്തി പറഞ്ഞു, ഇവൻ എന്തുകൊണ്ട് ഇവനെത്ര ക്രൂരനായി ഇവനെ കൊണ്ട് പ്രവർത്തിച്ചു. ആര് പറഞ്ഞാലും ഇനിയിപ്പോ ഈ കമ്മിറ്റി ഇത്രയൊക്കെ ചെയ്താലും ഈ ഉമ്മക്ക് 80-നോടടുത്ത ഒരു ഉമ്മക്ക് മകനെ കാണാനുള്ള ആഗ്രഹം, സൗദി അറേബ്യയിൽ വരെ എത്തുക എന്ന് പറയുന്ന വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ആ പ്രായത്തില് അവരുടെ മിടുക്ക് കൊണ്ടെത്തി. പിന്നെ അവരെ പൈസ ഇവനെ പിരിപ്പിച്ച പൈസയാണ്. ഇവന്റെ വോയിസ് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവൻ പറയുന്നത്? ധൂർത്തടിക്കാനുള്ളതല്ല, ഒരു ട്യൂറ് വരികയാണോ ഉമ്മയും ജ്യേഷ്ഠനും. അബ്ദുൾ റഹീം മനസ്സിലാക്കണം, അബ്ദുൾ റഹീമിന്റെ അടുത്തേക്ക് ട്യൂറ് വരികയല്ല. നിന്നെ കാണാണ്ട് നിന്റെ അമ്മ നിന്നെ തേടി ഇത്രയും മാസങ്ങൾ, 1 മാസം കൊണ്ട് നീ പുറത്തിറങ്ങും പറഞ്ഞിട്ട് 7 മാസമായിട്ട് കാണാണ്ട് നിന്റെ ഉമ്മ നിന്നെ തേടി വന്നതാണ്. ഇനി ഒരു ദിവസം മുമ്പേ നിന്റെ ഉമ്മക്ക് നിന്നെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ ഉൾമനസ്സാണ് നിന്റെ അടുത്തെത്തിയത്. പിന്നെ 34 കോടിയും 47 കോടിയും നിനക്ക് വേണ്ടി ചെലവാക്കിയത് അതും ഈ ജനങ്ങളെ പൈസയാണ്, നീ പറയുന്ന ദൂർത്ത്. അതേപോലെ ആ ഉമ്മന്റെ കണ്ണീരിനാണ് ഈ നാട്ടുകാർ പൈസ കൊടുത്തതെന്ന് അബ്ദുൾ റഹീം മനസ്സിലാക്കണം. ക്രിമിനൽ ബുദ്ധി മനസ്സിൽ വെച്ചുകൊണ്ട് ഉമ്മാനോട് പെരുമാറരുത് എന്ന് ശക്തമായ വാക്കുകളിലൂടെ അബ്ദുൾ റഹീമിനോട് എനിക്ക് പറയാനുള്ളത്. പണം വരും പോവും, പണം നാട്ടുകാർ കൊടുത്തത് നീ പറഞ്ഞിട്ടല്ല, നിന്നെ കണ്ടിട്ടല്ല, നിന്റെ ഉമ്മനെ കണ്ടിട്ട്. അത് നീ മനസ്സിലാക്കണം, ഈ കമ്മിറ്റിക്കാർ മനസ്സിലാക്കണം. 18 വർഷമായി പോയ മകനെ കിട്ടാതെ ജയിലിലായിരിക്കുന്ന മകന്റെ തലവെട്ടും പ്രതീക്ഷിച്ച് നിരാശയിൽ ജീവിച്ച ഒരു ഉമ്മയുടെ കണ്ണീരിന് ജനങ്ങൾ നൽകിയ വില അതാണ് 60 കോടി രൂപ. 34 കോടി പിരിക്കാൻ ഇറങ്ങിയപ്പോൾ 60 കോടി കിട്ടിയെങ്കിൽ ആ ഉമ്മയുടെ കണ്ണീരിന്റെ വിലയാണ്. കണ്ണീര് വെച്ചാണ് നിങ്ങൾ വിലയെടുത്തത്. ഉമ്മന്റെ പിന്നെ മാതാവിന്റെ കാലടിയിലാണ് സ്വർഗം വിശ്വസിക്കുന്ന സമുദായത്തിൽ ജനിച്ച നീ എന്താ ചെയ്തത്? അപ്പൊ നിനക്ക് ഇത്രയൊക്കെ തന്നെ പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞേക്കാം, ഈ കമ്മിറ്റിക്കാര് തലവെട്ടെന്ന് പറഞ്ഞ് നമ്മളോട് പിന്നെ പൈസ വാങ്ങിയിട്ട് ഇവര് ഓരോ വീടുകളിലേക്കാ കൊണ്ടുപോയി. പോരാത്തതിന് ഇവര് സംഘികളെ സംഘികൾ തന്നിട്ട് സംഘികൾ ഉദ്ദേശിച്ചത് വിചാരിച്ചത് തന്നെ ശരി. ഇവരൊരു കള്ളപ്രചരണം നടത്തി ഇവിടുന്ന് പൈസ ഇതാക്കി ഇവിടെ കൊണ്ടുപോയി. ഇവരെടുത്ത് പലരും അവിടുന്ന് എക്സിറ്റ് അടിച്ചു പോകുന്നു. ഈ KMCCയിലെ ആളും ഉദ്യോഗസ്ഥനാണ്, എംബസി ഉദ്യോഗസ്ഥനാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആള്. അപ്പൊ ഇത്രയും കള്ളത്തരങ്ങൾ കഴിയുക ഇതൊരു വലിയ കഥ തന്നെയാണ്, ഇതൊന്നും തീരൂല. അപ്പോ ഇനി അബ്ദുൾ റഹീമിന്റെ ഉമ്മന്റെ മനസ്സുകൊണ്ട് ആ ദൈവം കൊടുക്കുന്ന പിന്നെ വീതി ദൈവത്തിന്റെ അടുത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കുക. കാരണം എല്ലാത്തിനും ദൈവത്തിന് താൻ പാതി ദൈവം പാതി എന്നല്ലേ, അത് മാത്രമേ നമ്മൾക്ക് ഇനി ഇതിൽ പ്രതീക്ഷിക്കാനുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ സ്കാം നടത്തിയവര് കല്ലെറിയേണ്ട നാട്ടുകാരാണ്, പൈസ കൊടുത്ത നിങ്ങളാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വളരെ കൃത്യമായി നുസ്രത്ത് ജഹാൻ പറഞ്ഞു. എന്നാൽ ഇവനേതാ തലവെട്ടാൻ പോകുന്നു, തൂക്കിക്കൊല്ലാൻ പോകുന്നു, ശിക്ഷ ജീവപര്യന്തമാക്കി എന്നൊക്കെ പറഞ്ഞ് അടുത്ത ബക്കറ്റുമായി ഇറങ്ങുന്ന ആ ജനതയെയും നമ്മൾ തിരിച്ചറിയണം. ഏപ്രിൽ 16 തൂക്കിലേറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോടതി വിധി ഉണ്ടായിരുന്നു.
അങ്ങനൊന്നുമില്ല, അതൊക്കെ വെറുതെ ആർക്കും അടിച്ചിട്ടുണ്ട്. കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെ, റിയാദ് കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെ പറയുന്ന കറക്റ്റ് കോൾ റെക്കോർഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് കേൾക്കാനുള്ളത് റഹീമിന്റെ ഉമ്മ റഹീമിനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിലേക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷം, റഹീം കാണാൻ അനുവദിക്കാതെ പുറത്ത് വന്നതിന് ശേഷം റഹീമും ജവാദുമായിട്ട് സംസാരിക്കുന്ന ഒരു കോൾ റെക്കോർഡാണ്. ആ കോൾ റെക്കോർഡ് കേട്ടിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ബാക്കി 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് നമുക്ക് സംസാരിക്കാം. ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ബാക്കി വീഡിയോകളിൽ നാളെയും മറ്റന്നാളുമായിട്ട് തെളിവുകളോട് കൂടിയിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കും. കാരണം ഈ ഒരു പണം നൽകിയിട്ടുള്ളത് കേരള ജനതയാണ്. അപ്പൊ ഇതിന്റെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, ലോകത്തിലുള്ള സകലമാന മനുഷ്യരുടെ പണവുമുണ്ട്, മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത കേരളം മാത്രമല്ല, കേരള ജനത മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, കാരണം കമ്മിറ്റിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്തുള്ള ഒരുപാട് പൊള്ളത്തരങ്ങൾ പൊളിഞ്ഞടുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കെതിരെ ഉയരാൻ സാധ്യതയുള്ള ഒരു ജനവികാരം, അതിനെ റഹീമിനെ കരുവാക്കിയിട്ട് റഹീമിനെ ഒരു വെറുക്കപ്പെട്ടവനായി ചിത്രീകരിക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. അതിന് ഇവരുടെ കുടുംബക്കാരനായിട്ടുള്ള ജവാദ് പോലും അതിന് അല്ല, റഹീമിനെ വെറുക്കപ്പെട്ടവനായി ചിത്രീകരിക്കാൻ ആര് ശ്രമിച്ചു? എന്തുകൊണ്ട്? ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടികൾ പറയണമല്ലോ. എന്തിനാണ് റഹീം കള്ളന്മാരുടെ കൂടെയാണ് വന്നത് എന്ന് പറഞ്ഞത്? ആരാണ് ആ കള്ളൻ? ഉമ്മയെ കള്ളനാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന് ഇവന്റെ അമ്മാവനും മറ്റൊന്ന് ഇവന്റെ ജ്യേഷ്ഠ സഹോദരനുമാണ്. അതിന് കൂട്ടു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ വോയിസ് ഉണ്ടായിരിക്കും. ഹലോ ഇസ്ലാം, നല്ല വർത്താനോ? മറ്റടത്തി പറഞ്ഞേ ന്യൂസിലൊക്കെ വന്നല്ലോ. ആ ജയിലെത്തി, ഉമ്മ ജയിലെത്തി പറഞ്ഞിട്ട് മാധ്യമത്തിന്റെ ഒരു കട്ടിങ്ങാ, പേപ്പറിലുള്ള ഒരു പോസ്റ്ററാണ്. ഉമ്മന്റെ ഫോട്ടോ ഫോട്ടോ വെച്ചിട്ട് ഒരു കട്ടിങ് ഉണ്ട്. മാധ്യമം പയപ്പടം അല്ലല്ല മറ്റത് പയത്. എന്തേ കണ്ടോ? എന്താ പറഞ്ഞേ? മറ്റെന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? അപ്പൊ ഇതിൽ റഹീം പറയുന്നത് കള്ളന്മാരുടെ കൂട്ടത്തിലൂടെയാണ് ഇവർ ചെന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതാണ്, അഷ്റഫ് കുറ്റിച്ചാലാണ് ഇവരെ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആള് എന്ന് പറയുന്നത് അവിടുത്തെ അമീറിന്റെ, അതായത് അമീറിന്റെ കീഴിൽ നിൽക്കുന്ന ആളുകൾ, അതായത് അമീറിന്റെ ആളുകളുടെ കൂടെയാണ് ഇവർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ അമീറിന്റെ ആറും അഷ്റഫ് കുറ്റിച്ചാലും കള്ളന്മാരാണോ? ആരാണ് റഹീമിനെ എങ്ങനെ പറഞ്ഞു പറ്റിച്ചത്? അതായത് റഹീമിനെ സംബന്ധിച്ചിടത്തോളം റഹീമുമായിട്ട് ആർക്കൊക്കെയാണ് കോൺടാക്ട്, റഹീം ആരൊക്കെയാണ് കോൺടാക്ട് ചെയ്യുന്നത്, റഹീമിനെ ആരൊക്കെയാണ് കോൺടാക്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന സമയത്ത് മാത്രമേ ഇതിന്റെ അകത്ത് വ്യക്തത വരുള്ളൂ. അതിൽ യൂദാസ് ആരാണെന്നും സ്വന്തം കുടുംബത്തെ പോലും, സ്വന്തം പ്രായമായ വല്യമ്മയെ പോലും വഞ്ചിക്കാനും ചതിക്കാനും, സ്വന്തം അമ്മാവനെ പോലും വഞ്ചിക്കാനും ചതിക്കാനും, സ്വന്തം കുടുംബത്തിന്റെ ചോര ഊറ്റിപ്പൊടിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചക്ക് വേണ്ടിയിട്ട് എന്താ പറയാ, അത് വളരെ വൃത്തികെട്ട രീതിയിൽ ഈ ഒരു വിഷയത്തെ ഇത്രത്തോളം വഷളാക്കാൻ കൂട്ടി നിന്നിട്ടുള്ള ആള് ആരാണ് എന്നുള്ളത് സിദ്ദീഖ് തുവ്വൂര് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് സെലിയിൽ അത് പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് സിദ്ദീഖ് തുവ്വൂര് പറയുന്നുണ്ട് റഹീം ആരുമായൊക്കെ വിളിച്ച് സംസാരിക്കാറുള്ളത് എന്ന്. കാരണം ഇവിടെ ഈ കൂടെ പോയ ആളുകൾ ഈ കള്ളന്മാരാണ് എന്നും കള്ളന്മാരുടെ കൂടെയാണ് വന്നിട്ടുള്ളത് എന്നും റഹീമിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ആരാണ് എന്ന് സിദ്ദീഖ് തുവ്വൂര് പറയുന്ന ആ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് കേട്ടോ. അബ്രാഹിമിനെ നാട്ടിൽ നടക്കുന്ന വീടുണ്ടല്ലോ, വീഡിയോകളൊക്കെ അത് ഒരു ദിവസം ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്താണ് അങ്ങനെ കഴിയുന്നത്, മറ്റുള്ള എന്താണ് പോയിട്ടുള്ളത്, വരുന്നുണ്ട് റഹീമിനെ അറിയിച്ചത്, വരുന്ന നാട്ടിൽ കുളിക്കണ്ടല്ലോ, നാട്ടിൽ വിളിച്ചപ്പോ നാട്ടിൽ പറഞ്ഞു ജോലി വിളിക്കാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്, കുറിച്ച് അറിയിക്കാറാണ്. ഇതാരാ അറിയിക്കും? അപ്പൊ ജയിലിരിക്കുന്ന റഹീം അങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. റഹീം വിളിക്കുന്നില്ലേ, അത്യാവശ്യം തൊട്ടാ വിളിക്കാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്, സുഹൃത്ത് അശോകനെ വിളിക്കാറുണ്ട്, വിളിക്കും. അതെ, വാർത്തയിലുള്ള ബന്ധു അറിയിച്ചു എന്നാണ്. അപ്പൊ ജവാദാണോ എന്നുള്ളതാണ് എന്റെ സംശയം. അതറിയില്ലേ അവരിലേക്ക് ഇതില് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് റഹീം ആരെയൊക്കെയാണ് വിളിക്കാറുള്ളത് എന്ന് സിദ്ദീഖ് തുവ്വൂര് തന്നെ പറയുന്നുണ്ട്. ജവാദിനെയാണ് വിളിക്കാറുള്ളത്, പിന്നെ സിദ്ദീഖ് തുവ്വൂരിനെ, പിന്നെ അഷ്റഫ് ബംഗാട് മാത്രമല്ല പിന്നെ ജവാദിന്റെ ഉമ്മയാണ്. ജവാദിന്റെ ഉമ്മ എന്ന് പറയുന്നത് റഹീമിന്റെ സഹോദരനാണ്. ഈ 4 പേരെയാണ് റഹീം ജയിലിൽ നിന്ന് വിളിച്ച് സംസാരിക്കുന്നത്. അപ്പോ ആരാണ് റഹീമിനോട് ഈ കള്ളങ്ങൾ പറഞ്ഞു കൊടുത്തത്? ഇവർ വരുന്നത് കള്ളന്മാരുടെ കൂടെയാണ് എന്നുള്ളത് റഹീമിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ആരാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്നുള്ളതാണ് പറയാം. അത്യാവശ്യം ചോറുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. മാത്രമല്ല ഇത് ഞാനും
സിദ്ദിഖ് തൂരും ഡയറക്റ്റ് ഫോണിൽ സംസാരിച്ചാണ്. അതിന്റെ ഫുൾ കോൾ റെക്കോർഡ് ഞാൻ വൈകാതെ തന്നെ പുറത്തുവിടും. കാരണം ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തുവിടാൻ ടൈമിന്റെ പരിധി എന്നുള്ളത് പരിമിതിയുണ്ട്. ഇനി അടുത്തത് ഇതിലേക്ക് അൻഷാദിനെ വലിച്ചിട്ട ഒരു വിഷയം. അൻഷാദ് എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. അങ്ങനെയാണ് അൻഷാദിന്റെ കാര്യങ്ങൾ ഇതിലൊക്കെ നമ്മൾ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. കാരണം അൻഷാദ് ഇപ്പോൾ വളരെ മോശക്കാരനാണ്. എല്ലാവരുടെ ഇടയിലും അൻഷാദിനെ മോശക്കാരനാക്കി ചിത്രീകരിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ. കാരണം അൻഷാദ് വളരെ മോശക്കാരനാണ് എന്നുള്ള രീതിയിലാണ് തോക്കും കൊണ്ട് നടക്കുന്ന അൻഷാദ്. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നിലവിൽ അൻഷാദിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ആരാണ് അൻഷാദിനെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? തീർച്ചയായും പറയാൻ കഴിയും, റഹീം തന്നെയാണ് അൻഷാദിനെ ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അൻഷാദിന്റെ വിഷയമാണെന്നുണ്ടെങ്കിലും സിദ്ദിഖ് തൂരിന്റെ വിഷയമാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ആളുകളുടെ വിഷയമാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വലിയ തട്ടിപ്പുകൾ, വലിയ ചൂഷണങ്ങൾ, വലിയ കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അവരെ കൊണ്ട് തന്നെ നമ്മൾ പൊളിച്ചടിക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയം വേണ്ട. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ജവാദ് ചെയ്തിട്ടില്ല. ജവാദ് എന്ന് പറഞ്ഞിട്ടുള്ള അതായത് സ്വന്തം വല്യമ്മ സ്വന്തം അമ്മാവൻ 18 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന നരകയാതന അനുഭവിക്കുന്ന അമ്മാവനെ കാണാൻ വേണ്ടി പോയ സമയത്ത് അതിനെ പോയിട്ട് മുടക്കിയിട്ടുള്ള അല്ലെങ്കിൽ എന്ത് നിങ്ങൾക്ക് മനുഷ്യനാണോ? എന്താണ് ഇവരൊക്കെ പറയേണ്ടതെന്നുള്ള അറിയില്ല. എന്തായാലും ബാക്കി ഇന്നലെ ആ ജയിലിൽ നിന്ന് വിളിച്ച ആ ഒരു റെക്കോർഡിന്റെ ബാക്കി കൂടെ കേൾക്കാം. എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് റഹീമും ജവാദും. കാരണം റഹീമിന്റെ എന്താ പറയാ, റഹീമിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല. ജവാദിന്റെ ആഗ്രഹം പൂർത്തിയായ രീതിയിൽ ഭയങ്കര സന്തോഷവാനായിട്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും അതുകൂടെ കേൾക്കാം. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ മച്ചിക്ക്? നല്ല ദിവസമല്ലല്ലോ. പിന്നെ അതല്ല, അൻഷാദ് വിളിച്ചപ്പോ പറഞ്ഞു നിങ്ങളോട് നിങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞു വെറുതെ പറഞ്ഞാലേ? അപ്പൊ അൻഷാദ് വിളിച്ചപ്പോ പറഞ്ഞു കണ്ട് എന്ന് പറയുന്നത്. അൻഷാദ് ജവാദിനാണ് വിളിച്ചത്, ജവാദ് അൻഷാദിനാണ് മെസ്സേജ് അയച്ചത്. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ പരിഹസിക്കാൻ വേണ്ടി വിളിച്ചാണ്. കാരണം സ്വന്തം അമ്മാവനെ സ്വന്തം വല്യമ്മക്ക് കാണാൻ സാധിക്കാതെ പോയ ഒരു വിഷയത്തിനെ മറ്റൊരു വ്യക്തി, അതായത് ഇവരുടെ കുടുംബക്കാരനല്ലാത്ത ബന്ധമല്ലാത്ത ഈ ഒരു കുടുംബത്തെ സഹായിച്ചിട്ടുള്ള ഒരു ഈ പറഞ്ഞ റഹീമിന് നാട്ടിലേക്ക് വിളിക്കാനുള്ള ഒരു മുൻപ് ഒരുക്കി കൊടുത്തിരുന്ന ആളെയാണ് ഇവര് പരിഹസിക്കുന്നത്. എന്തായാലും ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട്. ജവാദ് അൻഷാദിന് അയച്ച മെസ്സേജ് ആണ്. ആ മെസ്സേജ് എന്താണ് എന്നുള്ളത് ആ ഒരു വോയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്കി. ആരെയാണ് വിളിച്ചത് എന്ന് നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ആ കോൾ റെക്കോർഡ് അല്ലെങ്കിൽ ആ ഒരു വോയിസ്, വാട്സ്ആപ്പ് വോയിസ് അതൊന്ന് കേട്ടു. ഒന്ന് അമ്മാറിനെ വിളിക്കും മിസ്റ്റർ. എന്താ റഹീം കണ്ടോ? ഈ ഒരു സ്ക്രീൻഷോട്ടും ഈ ഒരു വോയിസും അതിൽ അയച്ച 6 സെക്കൻഡ് വോയിസ് അൻഷാദിന് ഇവനാണ് അയച്ചിട്ടുള്ളത്. ആര്? ജവാദ് അങ്ങോട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ റഹീം കണ്ടോ, ഉമ്മാനെ കണ്ടോ എന്നുള്ള ചോദിച്ചാണ്ട് അൻഷാദിനെ പരിഹസിക്കുക. അതായത് ഈ ജവാദിനെ അറിയാം ഉമ്മാനെ കാണാന് റഹീം സമ്മതിക്കൂല എന്നുള്ളതും ഇവരുടെയൊക്കെ മുൻകൂട്ടിയുള്ള പ്ലാനിങ് വളരെ കൃത്യമായി നടപ്പിലാക്കിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, അൻഷാദിനെ പരിഹസിക്കുന്നത്. എന്തായാലും ആ ഒരു ഉമ്മയും അതുപോലെ തന്നെ റഹീമിന്റെ ജ്യേഷ്ഠനും സൗദിയിൽ പോയി റഹീമിനെ കാണരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി തുടക്കം മുതലേ തന്നെ ഈ ഒരു കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിന്റെ ഉദാഹരണം അവരെ അറിയിക്കാതെ മറ്റൊരു, അതായത് ജംഷീർ ഒരു വീഡിയോ ഇടുന്നു, ആ ഉമ്മയെ അവിടെ പോയിട്ട് കാണുന്നതിൽ നിന്ന് വരക്ക്, അതായത് റഹീമിനെയും ഈ റഹീമിന്റെ സ്വന്തം ഉമ്മയും രക്തചോര പരസ്പരം ആ ചോര 8 വർഷമായിട്ട് കാണാത്ത ഉമ്മ സ്വന്തം അരികിലെത്തിയിട്ടാണ് കൊടുക്കുന്നത്. 10 വർഷം നൊന്ത് പ്രസവിച്ച 18 വർഷമായി തന്റെ മകനെ കാണാഞ്ഞിട്ട് കണ്ണീരൊഴുക്കി ജനങ്ങളോട് യാചിച്ച് 34 കോടിക്ക് പകരം 47 കോടി വന്നെന്ന് പറയുന്നു. അതല്ല, അതിന് മേലെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ആ ഒരു ഉമ്മയുടെ വേദന, ആ ഒരു ഉമ്മയെ എന്തുകൊണ്ട് ഇവരെ കാണിക്കുന്നില്ല? അതെ, ഇവർ ആദ്യം പറഞ്ഞിരുന്ന മുടന്ത് ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റഹീമിന് വേണ്ടി പിരിച്ച പണത്തിൽ നിന്ന് പോയത് കൊണ്ട് റഹീം കാണാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ ആദ്യം ഇറക്കിയിരുന്ന ന്യൂസുകളും അതുപോലെ തന്നെ ജവാദിന്റെ വോയിസ് റെക്കോർഡൊക്കെ വന്നിരുന്നത്. അതുമായി സംബന്ധിച്ച് ഞാൻ നസീർക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന് ഞാൻ നസീർക്കെ വിളിച്ച് സംസാരിക്കാം. കാരണം വ്യക്തമായ പ്രൂഫുള്ള കാര്യമാണ്. അത് ആദ്യം ചോദിച്ചാൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സിദ്ദീഖിനെ വിളിച്ച സമയത്ത് സിദ്ദീഖ് പറഞ്ഞത് എന്നോട് റഹീമിന് താല്പര്യം, അതായത് ഈ ഒരു വിഷയം ഫസ്റ്റ് ഇവർക്ക് സൗദിയിൽ എത്തിയ ഉടനെ തന്നെ കാണാൻ പറ്റില്ല എന്ന് നിശ്ചയിച്ച ഉടനെ തന്നെ വാർത്ത വന്ന സമയത്ത് സിദ്ദീഖിനെ വിളിച്ചപ്പോൾ ഈ റഹീം തടയുന്നത് കൊണ്ടാണ്, ഈ പറയുന്ന രീതിയിൽ റഹീമിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഉമ്മയെ കൊണ്ടുപോകാത്തത് എന്നൊരു ഭാഗത്ത് പറയുന്നു. ഒരു ഭാഗത്ത് പറയുന്നു ഉമ്മയുടെ പ്രായം കാരണമാണ് കൊണ്ടുപോകാത്തത്, അത് കൊണ്ടുപോകാൻ സമ്മതിക്കാത്തത് ജവാദാണെന്ന് പറയുന്നത്. പിന്നെ പിരിച്ച പണത്തിൽ നിന്ന് എടുത്തു വരുന്നത് കൊണ്ടാണ് സമ്മതിക്കാത്തത്. മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് ഉമ്മയെ കൊണ്ടുവരുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. അതേ സമയത്ത് അഷ്റഫ് വേങ്ങാട്ടിനെ ഞാൻ വിളിച്ച സമയത്ത് അഷ്റഫ് വേങ്ങാട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള വിഷയം ഇതാണ്. ഈ കുടുംബം ഉമ്മയും ജ്യേഷ്ഠനും ഇവരോട് റഹീമിനെ കാണണമെന്ന് ഇതുവരെ ആവശ്യപ്പെട്ടില്ല പൂർണ്ണമായി ഞാൻ പുറത്തു. അപ്പൊ ഇനി ഇവർ പറയുന്നത് ആദ്യം പറഞ്ഞിരുന്ന മുടന്ത് ന്യായം എന്ന് പറയുന്നത് റഹീമിന് വേണ്ടി പിരിച്ച പണത്തിൽ നിന്ന് ഇവർ ചെന്നത് കൊണ്ടാണ് കാണാൻ റഹീം വിസമ്മതിക്കുന്നത്. ആ പണം ഇങ്ങനെ ദൂത്തടിച്ച് കളയാനുള്ളതല്ല, ആ പണം പാവങ്ങൾക്ക് കൊടുക്കാനുള്ളത്. അത് തന്നെയാണ് നസീർക്കെ പറയുന്നത്. അതിൽ നിന്ന് 1 രൂപ പോലും ഇവർ എടുത്തിട്ടില്ല. ആ പണം കമ്മിറ്റിയുടെ കയ്യിലാണ്. അതുമായി ഞാൻ നസീർക്കെ 1.25 കോടി രൂപ എതിർഭാഗം വക്കീലിന് കൊടുത്തിട്ടുണ്ട് എന്നതൊക്കെ സ്വന്തം പണം എടുത്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വന്തം കയ്യിൽ വരുന്ന സമയത്ത് അത് കമ്മിറ്റിയിൽ നിന്നെടുത്ത പണമാണെന്ന് വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ട് റഹീമിനെ ഇതിൽ നമ്മൾ തുടക്കം മുതൽ മനസ്സിലാക്കേണ്ട കാര്യം, റഹീമിന്റെ കുടുംബം സൗദിയിലേക്ക് വരുന്നതോടോ അല്ലാന്നുണ്ടെങ്കിൽ റഹീമിന്റെ കുടുംബം റഹീമുമായി നേരിട്ട് കാണുന്നതിനോടോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു നിയമപരമായ വശങ്ങളിലേക്ക് ഈ ഒരു കുടുംബം എത്തിപ്പെടുന്നതിനോടോ ഈ കമ്മിറ്റിക്ക് യാതൊരു താല്പര്യവുമില്ല എന്നുള്ളത് അതിന്റെ വ്യക്തമായ തെളിവുകൾ നമ്മൾ പുറത്തുവിടാം. ആദ്യം നമുക്ക് റഹീമിന്റെ ജ്യേഷ്ഠൻ പറയുന്നത് നസീർക്കയുമായിട്ട് സംസാരിച്ച 1 അരമണിക്കൂർ കോൾ റെക്കോർഡ് ഉണ്ട്. അത് ഞാനത് ഫുൾ ആയിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. കേൾക്കേണ്ട ആളുകൾക്ക് കേൾക്കാം. കാരണം ഒരു കട്ടിങ്ങോ വെട്ടിങ്ങോ ഒന്നുമില്ലാതെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ആ കോൾ റെക്കോർഡ് നസീർക്കയുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഞാൻ പുറത്തു വിടുന്നത്.
അവന്റെ സമ്മതം വാങ്ങിച്ചത് തന്നെയാണ്. അതിലെ ഒരു ഭാഗം, അതായത് ഈ പണം എടുത്തിട്ടാണോ ഇവർ പോയത് എന്നുള്ളത് നസീർക്ക് തന്നെ പറയുന്നുണ്ട്. ആദ്യം അത് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അത് നിങ്ങൾ ചോദിച്ച വിഷയത്തിലേക്ക് അറിയാം. നമ്മളിപ്പോ പോകുന്നത് ആ ഒരു ഫണ്ടിൽ, ആ ഫണ്ട് ഒന്നും എടുത്തിട്ടോ ഇല്ലെങ്കിൽ ആ ഫണ്ട് നമ്മൾ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ആ ഫണ്ട് ഉപയോഗിക്കുക, പോകാൻ എല്ലാ ചെലവും തരാൻ പറഞ്ഞു. അതിൽ പിന്നെ നമ്മൾ മുടക്ക് വന്നു. പിന്നെ നമ്മൾ ഒരുങ്ങിയപ്പോഴും മുടക്കുകളോട് മുടക്കന്നെ, അതാണ് രഹസ്യമായിട്ട് പോരാൻ തന്നെ കാരണം. എന്നാൽ ആ കുടുംബത്തിലും ബന്ധപ്പെട്ടവരൊക്കെ പറഞ്ഞുകൊണ്ട്, ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞുകൊണ്ട് തന്നെ പോകുന്നത്. പക്ഷെ പോയ സമയം നമ്മൾ ഒന്ന് രഹസ്യമാക്കി. അതിന്റെ കാരണം ഉണ്ടാവും, ഇയാളിപ്പോ നമ്മളങ്ങനെ ചെയ്യൂലല്ലോ. ഫണ്ട് മുടങ്ങിയതാണല്ലോ. അതെ, റഹീമിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ പോകുന്നത്. ആരുടെയും ഫണ്ട്, ആരുടെയും എന്താ പറയാ, നമ്മൾ ഹലാലായ രീതിയിലാണ് പോകുന്നത്. നമുക്ക് ഏതായാലും കൺക്ലൂഷനിലേക്ക് കടക്കാം. അതല്ല, ഇതിലിപ്പോ ഈ ഒരു വിഷയം ഓൾറെഡി കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ടാവും റഹീമിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല ചെന്നത് എന്നുള്ളത്. അപ്പൊ ഇനി ആ ന്യായം പറഞ്ഞ് ഈ കാണൽ മുടക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അതിന് രണ്ടാമത് പറഞ്ഞ ഒരു കാരണം എന്താണ്? അൻഷാദ് വഴിയാണ് ഇവർ വരുന്നത് എന്നുള്ളത് റഹീമിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതാണ് റഹീം എന്ന് പറയുന്നത് കള്ളന്മാരുടെ കൂടെ. ആരാണ് ഇവിടെ കള്ളന്മാര്? കള്ളന്മാരെ കൂടെ അല്ല ഇവർ ചെന്നിട്ടുള്ളത്. അതായത് ആ പ്രായമായ ഉമ്മയെ, സ്വന്തം മകനെ ഒരു നോക്ക് കാണാൻ അനുവദിക്കാത്ത ആളുകൾ, അതിനുവേണ്ടി ആ ഉമ്മ ആ ഒരു പടി വരെ ചെല്ലുന്ന സമയത്ത് അതിനെ മുടക്കുന്ന ആളുകളാണോ കള്ളന്മാർ, അല്ലെങ്കിൽ ആ ഉമ്മക്ക് മകനെ കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ആളുകളാണോ കള്ളന്മാർ? ജയിലിലിരിക്കുന്ന അതൊരു ചോദ്യമാണ്. ജയിലിലിരിക്കുന്ന റഹീമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യത്തിലുള്ള വ്യക്തത വരിക എന്നുള്ള പ്രയാസം. അതേസമയത്ത് പൊതുസമൂഹം ഇത് മനസ്സിലാക്കും. തീർച്ചയായിട്ടും ഈ ഒരു കുടുംബം, റഹീമിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളും, ഈ കമ്മിറ്റിക്കാരല്ലാത്ത ഒരാളും റഹീമുമായിട്ട് നേരിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ റഹീമിന്റെ നിയമപരമായ വ്യവഹാരങ്ങളിലോ പങ്കെടുക്കരുതെന്നും അതിന്റെ രേഖകളോ മറ്റു കാര്യങ്ങളോ അവരായി കുടുംബത്തിന്റെ കയ്യിൽ എത്തരുത് എന്നുള്ള ഒരു പിടിവാശി ഇവിടെ കമ്മിറ്റിക്ക് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിടിവാശി എന്തുകൊണ്ടാണെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ബോധ്യം മാത്രമല്ല, ഇതിനെ ബേസ് ചെയ്യുന്ന ഒരു എവിഡൻസുകളും കുടുംബം കാണരുത് എന്ന് കമ്മിറ്റിക്ക് നിർബന്ധമുണ്ട്. ഇപ്പോ സിജോ കുനിനിയിൽ ചോദ്യത്തിന് ഇപ്പൊ മറുപടിയായില്ലേ, എല്ലാ ജനങ്ങളും എന്ന് പറയരുത്. ശരി, റഹീമിനെ രക്ഷപ്പെടുത്തട്ടെ, എല്ലാ പ്രതികൾക്കുമുണ്ട് കുടുംബം, എല്ലാ പ്രതികൾക്കുമുണ്ട് ഇതുപോലെ മാതാവും പിതാവും സഹോദരങ്ങളും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അതൊന്നും ഒരു കുറ്റകൃത്യത്തിന് ഇളവ് നൽകാൻ പോകുന്ന കാര്യമല്ല. ഞാൻ തുടക്കം തന്നെ പറഞ്ഞു, റഹീം രക്ഷപ്പെടട്ടെ. കാരണം അബദ്ധവശാലാണെങ്കിൽ പോലും കക്ഷിയുടെ കൈകൊണ്ടാണ് മരിച്ചത് ആ കുട്ടി അനസ്. അത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ശിക്ഷ 18 വർഷം നീണ്ട അവൻ അനുഭവിച്ചു കഴിഞ്ഞു. അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അപ്പോൾ തല വെട്ടും. ആ വെട്ടുന്നതിനേക്കാൾ ഏറെ എത്രയോ തവണ അവൻ ആ വേദന അനുഭവിച്ച് കഴിഞ്ഞതാണ്. ഒക്കെ സമ്മതിക്കുന്നു. അവൻ രക്ഷപ്പെടട്ടെ, വരട്ടെ, സ്വതന്ത്രനാകട്ടെ, ആ മാതാവിന് ഒരു ആശ്വാസമാകട്ടെ. ഒക്കെ ശരിയാണ്. ഈ കമ്മിറ്റിക്കാരുടെ രീതിയെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? 34 കോടി പിരിക്കേണ്ടതിന് പകരം 60 കോടി ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്നാണ് ഒരു രാഷ്ട്രീയ പ്രതിനിധി പറഞ്ഞത്. എന്തു പറയുന്നു? ഇവരുടെ ഈ കള്ളനാണയങ്ങളെ മാത്രമേ തുടക്കം മുതലേ തുറന്ന് കാണിക്കാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചിട്ട് അതേ ഉള്ളൂ. അതായത് ഈ റഹീമിന്റെ പേരും പറഞ്ഞ് പിരിവുമായി ഇറങ്ങിയ ആളുകളുടെ ഉദ്ദേശം നല്ലതായിരുന്നില്ല, പണം കൊയ്യലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, യഥാർത്ഥത്തിലുള്ള ഒരു ഡോക്യുമെന്റ്സും കുടുംബത്തിന്റെ കയ്യിൽ എത്തരുത് എന്ന് കമ്മിറ്റിക്ക് നിർബന്ധമുണ്ട്. കമ്മിറ്റി പറഞ്ഞു ഏപ്രിൽ 16-ാം തീയതി അവന്റെ തല വെട്ടുമെന്ന് പറഞ്ഞു. കൂടുതൽ ആളുകളെ സമ്മർദ്ദത്തിലാക്കി കൂടുതൽ പണം കൊയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതാ വരും പറഞ്ഞുകൊണ്ട്, ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞുകൊണ്ട് തന്നെ പോകുന്നത്. പക്ഷെ പോയ സമയം നമ്മൾ ഒന്ന് രഹസ്യമാക്കി. അതിന്റെ കാരണം ഉണ്ടാവും, ഇയാളിപ്പോ നമ്മളങ്ങനെ ചെയ്യൂലല്ലോ. ഫണ്ട് മുടങ്ങിയതാണല്ലോ. അതെ, റഹീമിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ പോകുന്നത്. ആരുടെയും ഫണ്ട്, ആരുടെയും എന്താ പറയാ, നമ്മൾ ഹലാലായ രീതിയിലാണ് പോകുന്നത്. നമുക്ക് ഏതായാലും കൺക്ലൂഷനിലേക്ക് കടക്കാം. അതല്ല, ഇതിലിപ്പോ ഈ ഒരു വിഷയം ഓൾറെഡി കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ടാവും റഹീമിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല ചെന്നത് എന്നുള്ളത്. അപ്പൊ ഇനി ആ ന്യായം പറഞ്ഞ് ഈ കാണൽ മുടക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അതിന് രണ്ടാമത് പറഞ്ഞ ഒരു കാരണം എന്താണ്? അൻഷാദ് വഴിയാണ് ഇവർ വരുന്നത് എന്നുള്ളത് റഹീമിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതാണ് റഹീം എന്ന് പറയുന്നത് കള്ളന്മാരുടെ കൂടെ. ആരാണ് ഇവിടെ കള്ളന്മാര്? കള്ളന്മാരുടെ കൂടെ അല്ല ഇവർ ചെന്നിട്ടുള്ളത്. അതായത് ആ പ്രായമായ ഉമ്മയെ, സ്വന്തം മകനെ ഒരു നോക്ക് കാണാൻ അനുവദിക്കാത്ത ആളുകൾ, അതിനുവേണ്ടി ആ ഉമ്മ ആ ഒരു പടി വരെ ചെല്ലുന്ന സമയത്ത് അതിനെ മുടക്കുന്ന ആളുകളാണോ കള്ളന്മാർ, അല്ലെങ്കിൽ ആ ഉമ്മക്ക് മകനെ കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ആളുകളാണോ കള്ളന്മാർ? ജയിലിലിരിക്കുന്ന റഹീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘം ഉമ്മയ്ക്കു മകനെ കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ വേറൊരു സംഘം കള്ളന്മാരുടെ കൂടെയാണ് മാതാവ് വരുന്നത് എന്ന് പറഞ്ഞ് അതിന് തടയിടാൻ ശ്രമിക്കുന്നു. സംഘികളല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്.
അപ്പം ഈ ഒരു കാര്യത്തിലുള്ള വ്യക്തത വരിക എന്നുള്ള പ്രയാസം അതേസമയത്ത് പൊതുസമൂഹം ഇത് മനസ്സിലാക്കും. തീർച്ചയായിട്ടും ഈ ഒരു കുടുംബം റഹീമിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ, ഈ കമ്മിറ്റിക്കാരല്ലാത്ത ഒരാളും റഹീമുമായിട്ട് നേരിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ റഹീമിന്റെ നിയമപരമായ വ്യവഹാരങ്ങളിലോ പങ്കെടുക്കരുതെന്നും അതിന്റെ രേഖകളോ മറ്റു കാര്യങ്ങളോ അവരായി കുടുംബത്തിന്റെ കയ്യിൽ എത്തരുത് എന്നുള്ള ഒരു പിടിവാശി ഇവിടെ കമ്മിറ്റിക്ക് ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. പിടിവാശി എന്തുകൊണ്ടാണെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ബോധ്യം മാത്രമല്ല, അത് നിങ്ങളെ ബോധിപ്പിക്കാനുള്ള വ്യക്തമായ ഒരു തെളിവ് കൂടിയാണ് നമ്മൾ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മളൊക്കെ ആ ഒരു 34 കോടി രൂപ പിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ദിവസങ്ങൾ കൊണ്ട് റഹീമിനെ തൂക്കിലേക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അല്ലെ, അതിന്റെ ഡേറ്റ് ഉൾപ്പെടെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്ത് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ റഹീമിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ. ഈ പണം എത്രയും പെട്ടെന്ന് തന്നെ പിരിച്ചെടുത്തിട്ടില്ലെങ്കിൽ റഹീമിനെ തൂക്കിലേറ്റുമെന്ന് പറഞ്ഞ് 34 കോടിക്ക് പകരം 60 കോടി പിരിച്ചിട്ട് 7 മാസം കഴിഞ്ഞു. ഉള്ള കാര്യം ചോദിക്കുമ്പോഴേ കുരുക്കൾ പൊട്ടിയിട്ടോ എന്നെ തെറി വിളിച്ചിട്ടോ കാര്യമില്ല. ഏപ്രിൽ 16 അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ നടപ്പാക്കുമെന്ന് സൗദി അറിയിച്ചിട്ടുണ്ട്. ആരെയാണ് സൗദി അറിയിച്ചിട്ടുള്ളത്? ആരെ അറിയിച്ചു? ഇത് പത്രക്കട്ടിയാണ്, ന്യൂസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം റഹീമിന്റെ വധശിക്ഷ 4 ദിവസമുള്ളൂ, 5 ദിവസമുള്ളൂ, 3 ദിവസമുള്ളൂ എന്നുള്ള പോസ്റ്റുകൾ നമ്മൾ തുരിതുരെ കണ്ടിരുന്ന ആളുകളാണ്. എന്നാൽ ഈ പറയുന്ന ഏപ്രിൽ 16 റഹീമിന്റെ വധശിക്ഷ നടപ്പാക്കുമായിരുന്നോ? പണം കിട്ടിയിട്ടില്ലെങ്കിൽ റഹീമിനെ ഏപ്രിൽ 16 വധിക്കുമായിരുന്നോ? അതുമായി സംബന്ധിച്ച ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു തെളിവാണ് നിങ്ങൾക്ക് മുന്നിൽ. എടാ പ്രവാസി ബ്ലോഗേ, ഞാനാണോ ഈ പറയുന്നത്? ആണോ ഈ കുരു പൊട്ടിക്കുന്നത്? ഞാനാണോ? മതം വിട്ടവരാണോ? സംഘികളാണോ? യുക്തിവാദികളാണോ? മതവിമർശകരാണോ? അല്ലല്ലോ, അല്ലല്ലോ. ഇസ്ലാം മതവിശ്വാസികൾ തന്നെയല്ലേ. റഹീമിനെ സംബന്ധിച്ച് തുടക്കം മുതൽ എല്ലാ അപ്ഡേറ്റുകളും പബ്ലിക്കിന് നൽകിക്കൊണ്ടിരുന്ന ആളാണ് എൻ്റെ കൂടി സുഹൃത്തായ റഫീഖ്. അവൻ ഡേറ്റകൾ വെച്ചിട്ടല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്ന കാര്യമല്ലേ ഞാൻ എടുത്തു പറയുന്നുള്ളൂ. അപ്പോൾ ശരിക്കും കുരുക്കൾ പൊട്ടുന്നത് ആർക്കാണ്? പ്രവാസി വ്ലോഗിനല്ലേ കാണിക്കുന്നത്. അത് ആരുമായിട്ടുള്ള സംസാരമാണ്. ഒരൊറ്റ ബോംബ് ഞങ്ങൾ ഇവിടെ പൊട്ടിക്കും. ആ ഒരൊറ്റ ബോംബിൽ നിൽക്കുന്നതല്ല, ഇനി തുരെ പൊട്ടും ഓരോന്നോരോന്നായി. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വിഷയം, അതെ, ഈ 16-ാം തീയതി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നോ? അത് പറയുന്നത് അഷ്റഫ് വെങ്ങാടാണ്. ഈ പറയുന്നത് നിങ്ങൾ കേട്ടോ? അഷ്റഫ് വെങ്ങാടാണ് ഞാനുമായി വിളിച്ചപ്പോൾ. ഏപ്രിൽ 16 റഹീമിന്റെ തല വെട്ടുമെന്ന് പറഞ്ഞ് പിരിവ് നടത്തിയ ആളുകൾ ചെയ്തത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ? അത്തരത്തിലൊരു ഉത്തരവുണ്ടായിരുന്നു. സാധാരണക്കാരന്റെ പണം ബക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു അത്. ാണ് ഏകദേശം 14 മിനിറ്റോളം വരുന്ന 2 കോൾ റെക്കോർഡുകൾ 2 തവണ വെച്ച് ആ 2 കോൾ റെക്കോർഡുകൾ പൂർണ്ണമായും ഞാൻ പുറത്തുവിടും. അത് യാതൊരു സംശയം വേണ്ട. പക്ഷേ നമുക്ക് ഒന്നൊന്നായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുണ്ട്. ഒരുപാട് വിഷയങ്ങൾ അതിന് സംസാരിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂ ആണ് ഞാൻ ചെയ്തത്. കാരണം എനിക്ക് ഇന്റർവ്യൂ തരാതിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ഇന്റർവ്യൂ എടുക്കേണ്ടി വന്നു. ഇപ്പൊ അന്നെ ഒഴിവാക്കിയിട്ട് വേറൊരു മൂഞ്ചിയെ, ഒരു കഷണ്ടി മൂഞ്ചിയെ ഇപ്പോൾ കയ്യിലാക്കിയിട്ടുണ്ട്. ആരുമാണെന്നതിന് കയ്യിലാക്കട്ടെ. കാരണം നമ്മളൊക്കെ സത്യത്തിന് വേണ്ടി പോരാടുന്ന ആളാണ്. അനീതിക്കെതിരെ കൂട്ടു നിൽക്കില്ല. അനീതിക്കെതിരെ കൂട്ടു നിൽക്കുന്ന ആളുകൾ നല്ല നക്കാപ്പിച്ചാൻ കിട്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്ന് വെച്ചാൽ അവർ നമ്മളെ സംബന്ധിച്ച് ചോദിക്കുന്ന ആളുകൾ ശത്രുപക്ഷത്താണ്. ജ്യേഷ്ഠൻ, അതായത് റഹീമിന്റെ ജ്യേഷ്ഠൻ നസീർ പോലും ശത്രുപക്ഷത്ത് വരുന്ന അദ്ദേഹം ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ആളുകൾ എന്തുള്ളൂ മത്തായി പറഞ്ഞതുപോലെയാണ് എന്നാണ് നമുക്ക് പറയാൻ. റഹീമിന്റെ യാത്ര ശരിയല്ല എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ശരിയല്ലാത്തത് അവർ പറയും. അത് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശരിയല്ലാത്തത് നിങ്ങൾ പറയുന്ന ചോദ്യം പോലെ അവർ ഇഷ്ടപ്പെടും. ചോദ്യങ്ങൾ എപ്പോഴും ഒരു വിഭാഗം ആളുകൾക്ക് അരോചകമാണ്. ആർക്ക്? ഉത്തരമില്ലാത്തവർക്ക്. ബോംബ് നമുക്ക് ആ ഒരു മെയിലിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡേറ്റ് അദ്ദേഹത്തെ ഇന്ന ഏപ്രിൽ 14 വരെ അവർ സമയം കൊടുത്തിരുന്നത്. ഏപ്രിൽ 14 വരെ. ഏപ്രിൽ 16 നമ്മളത് ചെയ്യോ ഇല്ലേ എന്ന് അവർക്ക് എന്ത് കൊടുക്കണം? നമ്മൾ വാക്ക് കൊടുക്കണം. അവർക്ക് അതിന്റെ ഉറപ്പ് കൊടുക്കണം. ആർക്ക് ഉറപ്പ് കൊടുക്കേണ്ടിയിരുന്നു? വക്കീലിനെ, അവരെ വക്കീലിനെ, അതായത് ഇവരുടെ ഉമ്മ ഒരു. അപ്പൊ ഈ ഒരു ഏപ്രിൽ 16 തൂക്കിലേറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോടതി വിധി ഉണ്ടായി. അങ്ങനൊന്നുമില്ല, അതൊക്കെ വെറുതെ ആരൊക്കെ അടിച്ചുണ്ടാക്കിയത്. അങ്ങനെ ഒരു വിധി ഇല്ല. പക്ഷെ ഏപ്രിൽ 16 എന്ന് പറഞ്ഞാൽ അവരുമായിട്ടുള്ള കോൺട്രാക്ട് പീരീഡ് തീരുന്ന സമയം. വക്കീലുമായിട്ടുള്ള കോൺട്രാക്ട് ആണ് ഉണ്ടായിട്ടുള്ളത് അവിടെ. അവര് നമുക്ക് തന്ന സമയം. ഈ സമയത്തിന് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവര് ഈ വധശിക്ഷ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പറയും എന്നുള്ളതാണ് പറഞ്ഞത്. ഏപ്രിൽ 16 പിന്നെ തൂക്കിലേറ്റും എന്നുള്ളതല്ലല്ലോ. റഹീമിന് വധശിക്ഷക്ക് കോടതി വിധിച്ചു എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു വിധി വന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ യാഥാർത്ഥ്യം, അല്ലെ? അപ്പൊ ഇപ്പൊ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഏപ്രിൽ 16 റഹീമിനെ വധശിക്ഷക്ക് വിധിച്ചു. ഏപ്രിൽ 16 വധശിക്ഷ നടപ്പിലാക്കും. ഇനി റഹീമിന്റെ എല്ലാ കാലവും എല്ലാവരെയും ഒന്നുപോലെ പറ്റിക്കാൻ കഴിയില്ല. കുറച്ചു നാളത്തേക്ക് കുറച്ചു പേരെ മാത്രമേ പറ്റിക്കാൻ കഴിയൂ. ആ പറ്റിക്കൽ മറനീക്കി പുറത്തു വരികയും ചെയ്യും.
ദിവസങ്ങൾ മാത്രം എന്നുള്ളതാണ് നമ്മളൊക്കെ പോസ്റ്റ് കണ്ടിരുന്നത് അല്ലെ? ആരൊക്കെയോ അടിച്ചുണ്ടാക്കിയിട്ടുള്ള ഈ ഏപ്രിൽ 16 തൂക്കിലേറ്റുമെന്നുള്ള വീഡിയോകളും പോസ്റ്ററുകളും ഒക്കെ ഈ സിദ്ദിഖ് തൂവൂരും അഷ്റഫ് വേങ്ങാട്ടും അടക്കമുള്ള ആളുകളാണ് അത് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ആ സമയത്ത് പോലും ഇവര് തിരുത്തിയില്ല? ഇത് പ്രചരിപ്പിക്കുന്ന ഇവരെന്നെ എന്നിട്ട് ഇവർ പറയുന്നു ആരൊക്കെ കുറച്ച് ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞാലല്ലേ 34 കോടി 60-70 കോടികളാക്കാൻ പറ്റൂ. അതുകൊണ്ട് പിന്നെ അവരെങ്ങനെ തിരുത്തും? അവര് പറഞ്ഞാലും പണം വരുന്നത് ഇവർക്കല്ലേ, അടിച്ചിറക്കുന്നത്. അപ്പൊ ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി വരുന്നുണ്ടല്ലോ. കമ്മിറ്റി എല്ലാ മതവിഭാഗങ്ങളിലുമുണ്ട് ചോദ്യം ഇഷ്ടപ്പെടാത്ത ആളുകൾ. ഇത്തരം കളവുകളും തട്ടിക്കൂട്ടുകളും കപടങ്ങളും ഒക്കെ കാണിക്കുന്ന എല്ലാവരും ചോദ്യത്തെ ഇഷ്ടപ്പെടുന്നവരല്ല, വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണുന്നവരുമല്ല. കളിക്കുന്ന കളികള് പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ചില ആളുകളാണ് ഇതിലെ ആളുകൾ എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായത്. കേരളം വെറും പണമല്ല, കോടികൾക്കു വേണ്ടി, അതുകൂടി പറയാം. ജനതയെ മൊത്തത്തിലാണ് ഇവർ വഞ്ചിച്ചിട്ടുള്ളത്. ഇതൊരു സാമ്പിൾ മാത്രമാണ് കേട്ടോ, ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഇനി അങ്ങോട്ട് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒരുപാട് കഥകളും എന്താ പറയാ ഈ പണം കൈമാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ കുറച്ച് കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഇനിയും ഒരുപാട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ യാഥാർത്ഥ്യം നിങ്ങൾ റഹീമിന് വേണ്ടി 1 രൂപ പോലും അയച്ച ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കണം. നിങ്ങൾക്ക് ചെയ്യും. ഇതിലെ ശുദ്ധമായ തട്ടിപ്പും സാമ്പത്തിക അട്ടിമറിയും വിയർപ്പിന്റെ അസുഖമുള്ളവർ എരന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ കമ്മിറ്റിയിൽ മെമ്പർമാരായിട്ടുണ്ട്. അത്തരം കള്ള നാണയങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ റഹീമിന്റെ പേര് പറഞ്ഞ്, സംഘിയുടെ പേര് പറഞ്ഞ്, യുക്തിവാദിയുടെ രോദനമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് പരിഹസിച്ചാൽ വിമർശനങ്ങൾ അവസാനിക്കില്ല. വിമർശനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ആരോഗ്യകരമായിട്ടുള്ള വിമർശനങ്ങളും സംവാദങ്ങളും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ ഏറ്റവും നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലാണ്, കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നന്ദി. മറ്റൊരു ലൈവുമായി ഉടനെ തന്നെ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭരാത്രി പറയുന്നില്ല, ലാസ്റ്റ് ലൈവിൽ പറയാം. നന്ദി ട്ടാ.